ഇരുചക്രവും 4 ചക്രവും ഒക്കെ ഓടിക്കാൻ നമുക്ക് ലൈസൻസ് വേണം. അതിനേക്കാൾ വലുതാണല്ലോ മനസ്സിനെ നിയന്ത്രിക്കാൻ ലൈസൻസ് നമുക്ക് എവിടുന്ന് കിട്ടും? ആ ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മളെ ജീവിതത്തിന് എന്ത് സന്തോഷം ഉണ്ടാവുക? പലപ്പോഴും ഏറ്റവും സൂത്രശാലിയായ ഒരു സംഗതിയാണ് മനസ്സ്. നമ്മളെ മനസ്സാണ് കബളിപ്പിക്കുക. പലപ്പോഴും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും ഒരാൾ, അയാളെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അയാളോട് അസൂയ പൂണ്ടിട്ടുള്ള മറ്റൊരാൾ പറഞ്ഞത് കേൾക്കുകയോ ഒക്കെ ചെയ്യുകയും അങ്ങനെ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുകയും നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റി ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് അതിന് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല, അതായത് ഈ ആംഗിളിലാണോ വിഷയം, മറ്റൊരു ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, എൻ്റെ സുഹൃത്ത് അങ്ങനെ ചെയ്യോ എന്ന് ആലോചിക്കാനുള്ള ശേഷി പലപ്പോഴും നമ്മളെ ആളുകൾക്ക് ഉണ്ടാവാറില്ല.